നമ്മൾ ഇന്ന് മാങ്ങയും പിന്നെ നമ്മുടെ ഉണക്കയിലില്ലേ അതും കൂട്ടിച്ചേർത്ത് തൃശ്ശൂർക്കാരുടെ ഒരു ഉണക്കമീൻ കൂട്ടാൻ വയ്ക്കാൻ പോകണം കേട്ടോ. ഈ ഉണക്കയിൽ ഉണ്ടാക്കേണ്ട വിധം നമ്മുടെ യൂട്യൂബിൽ അജൂസ് വേൾഡിൽ അടിച്ചൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നന്നായി കഴുകി എടുക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ ചെളിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയിട്ട് നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ അത് നന്നായി കഴുകിയെടുത്തു. ഇനി ഒരു മിക്സിയിൽ ജാറെടുത്തിട്ട് അതിൽ നാളികേരം, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത് മിക്സിയിലെ ചെറിയ ജാറിന് കേട്ടോ, പൊടിക്കുന്ന ജാറിന്. അപ്പോൾ ഇതൊന്നല്ലേ ഈ സാധനം നന്നായി പൊടിച്ചിട്ട് പിന്നെ ഇത്തിരീശ വെള്ളം ഒഴിച്ചിട്ട് നന്നായി വെണ്ണ പോലെ അരച്ചിടക്കണം കേട്ടോ. അത് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന ചട്ടിയിരിക്കുന്നു. പിന്നെ ഈ ജാറില്ലേ അത് നന്നായി കഴുകി ആ വെള്ളം ഒഴിക്കുന്നു, കുറച്ച് വെള്ളം കൂടി കൂട്ടി ചേർത്ത് ഒഴിച്ച് പിന്നെ അതിലേക്ക് ഒരു 5-8 ഉള്ളി ചാച്ചത്, പിന്നെ കുറച്ച് ഇഞ്ചി ചാച്ചത്, പിന്നെ ഒരു 5-6 പച്ചമുളക് കീറിയത്, കുറച്ച് വേപ്പില, പിന്നെ ഒരു മാങ്ങ ഇങ്ങനെ നുറുക്കിയത് ഇട്ടിട്ട് മൊത്തത്തിൽ കൊണ്ടൊന്ന് ഇളക്കണം. ഇനി അതിലേക്ക് നമ്മുടെ കഴുകിയ അയില കഷ്ണങ്ങൾ, ഉണക്കയില കഷ്ണങ്ങൾ ഇടുന്നു കേട്ടോ. ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കില്ല കേട്ടോ. കാരണം ഉണക്കയില എത്ര കഴുകിയാലും ആ കൂട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണക്കയിലയിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ടൈപ്പിൽ കൂട്ടാൻ വയ്ക്കില്ലേ ഉണക്കയില, അത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടാൻ തന്നെയാണ്. വല്ലപ്പോഴും വയ്ക്കുള്ളൂ, അല്ലാണ്ട് എപ്പോഴും ഇത് വയ്ക്കുന്ന ഒരു സാധനം എന്നല്ല. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലിൽ തീ കത്തിച്ചാൽ മതി. അപ്പോൾ ഇതിലത്തെ മാങ്ങയും ഇതൊക്കെ വെന്ത് ഒരു ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് കാച്ചുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമല്ല. തൃശ്ശൂർക്കാർ കാച്ചുന്നത് ഉള്ളി ഇട്ടിട്ടാണ് കാച്ചുക. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി ഇങ്ങനെ അരിഞ്ഞത്, ചെറിയ ഉള്ളി ഇട്ടാൽ അത് അരിഞ്ഞാണ്ട് ഇട്ട് അത് മൂക്കുമ്പോൾ പിന്നെ അരികെ വേപ്പിലിടും, കറിവേപ്പില അതിട്ട് കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തൃശ്ശൂർക്കാർ അത് മെയിനായിട്ട് ഉച്ചയ്ക്കാണ് വയ്ക്കുക. അതും ഈ വർഷകാലത്തെ ടൈമിലാണ് ഞങ്ങൾ ഈ തൃശ്ശൂർക്കാർ ഈ കൂട്ടാൻ വയ്ക്കുക. അതും പിന്നെ നമ്മുടെ ചോറും കൂട്ടിയിട്ട് ഒരു പെടയുണ്ട്. അത് പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറായി. ഇന്നിപ്പോൾ നമ്മൾ കഴിക്കുന്നതിൽ പപ്പടമൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മോനാണ് കൊടുക്കുന്നത്, ജഗ്ഗുവിനാണ് കൊടുക്കുന്നത് ഒരു ഉരുള. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ വയ്ക്കാവുന്ന ഈ കൂട്ടാൻ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിട്ടാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്.